അമ്മാമ്മ അമ്മാമ്മ അമ്മാവനെ കുറെ ആളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ സിനിമയിൽ വന്നപ്പോഴേ ആ തിയേറ്ററിൽ നിന്ന് കണ്ടാൽ തന്നെ എല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു അമ്മാമ്മനെ കണ്ട സമയത്ത്, ഡയലോഗ് പറയുന്ന സമയത്ത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് സിനിമ ഒക്കെ ചെയ്ത സമയത്ത്? വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ ആദ്യമായി അഭിനയിക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടറും അതിനോട് തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് അവർക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ബുദ്ധിമുട്ടാതെ കാര്യം നടത്തി കൊടുത്തു. പിന്നെ വളരെയധികം സന്തോഷമുണ്ട് മോളെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇതിൽ അഭിനയിക്കാനും ഇത്രയും നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ വന്നിരിക്കാനും ദൈവം ഒരവസരം തന്നതിന് നന്ദിയുണ്ട്. ചിദംബരം ഇപ്പം ഇതിലെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിലാരും കംപ്ലീറ്റ്ലി നല്ലവരായിട്ടുള്ള ആൾക്കാരും ഇല്ല, കംപ്ലീറ്റ്ലി മോശമായിട്ടുള്ള ആൾക്കാരും ഇല്ല. എല്ലാവരും കറക്റ്റ് ഗ്രേഷയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും സെൽഫിഷാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എന്താ പെർസ്പെക്റ്റീവിലുള്ള ശരികളുണ്ട്. അപ്പോൾ ഈ ഒരു റൈറ്റിങ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോട്ടീവ് എന്തായിരുന്നു? അതങ്ങനെയാണല്ലോ ജീവിതത്തിലും എല്ലാവരും. അപ്പൊ പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാനും പറ്റില്ല. മഞ്ഞുവൽ ബോയ്സിലായാലും അവരത്ര നല്ല ബോയ്സ് ഒന്നും അല്ല, കയ്യിരിപ്പ്. അപ്പം എല്ലാത്തിലും ജാനിയമ്മലിലെ ജോയ്മോനായാലും സെൽഫിഷാണ്. അപ്പം അങ്ങനെ റിയൽ ലൈഫ് എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ ഗ്രേ ഷെയ്ഡിലെ ആൾക്കാരെ എഴുതാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എല്ലാ കഥാപാത്രങ്ങളും എടുത്തു നോക്കിയാലും കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ഇച്ചിരി ഗ്രേ ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങളാണ്. ഇപ്പൊ ഇതിൽ നോക്കിയാലും കുറച്ച് കഴിയുമ്പോഴേക്ക് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ പുറകെ പോകുന്നതെന്ന് പ്രേക്ഷകന് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇതൊന്നും മാറ്റി പിടിച്ച് വേറെ എനിക്ക് ഇച്ചിരി ലെവലിൽ പിടിച്ചുകൂടെ എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ ഈ മുഖം വെച്ച് പൂക്കി പിടിക്കാൻ പറ്റാത്തോണ്ട് വലിയ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്ത് ചെയ്യണം, ഇന്നത് ചെയ്യണം എന്നൊന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ. ഇതിപ്പം ഇങ്ങനെ നല്ല കഥാപാത്രങ്ങൾ സത്യത്തിൽ ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഇത്തിരി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. പക്ഷെ ഇതുപോലെ നല്ല കഥാപാത്രങ്ങൾ വരുമ്പം നമുക്കത് ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത് ഒരുപാട് ഇപ്പം എന്താ പറയാ, ഇതിപ്പോ ഈ വിഷയമായിട്ട് കണക്ട് ആണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഈ ആദിയും സിനാനും ഒക്കെ എന്താ പറയാ, അവരുടെ ഒരു ലെവൽ ഓഫ് ഒരു പെർഫോമൻസ് ഭയങ്കര അൺഎക്സ്പെക്ടഡ്ലി ഹൈ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കൂടെ അവരോട് ശരിക്കും നല്ല കമ്പീറ്റ് ചെയ്തിട്ടാണ് നിൽക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ ഞാൻ മാനേജ് ചെയ്യുവാണ്. വേറൊരു ടൈപ്പ് അങ്ങനെയൊന്നുമില്ല, കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് അത് അങ്ങനെ ഒരു നല്ല പരിപാടിയാണെങ്കിൽ. ഈ ഒരു ക്യാരക്ടർ നടത്തിയ പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? കാരണം ഇപ്പൊ അപ്പിയറൻസ് ആയാലും മൊത്തത്തിൽ മാറ്റപ്പെടുത്തി. ഇപ്പം താങ്കൾ പറയുമ്പോൾ നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഒരാളാണ്, പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ഒരു കുടവേറൊക്കെ ഉള്ള ഒരാള്, സാധാരണ ചോറ് നിന്ന് ജീവിക്കുന്ന ഒരാളുടെ ഒരു ബോഡി, അങ്ങനത്തെ ഒരു അപ്പൊ അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു മൊത്തത്തിൽ? അത് നമുക്ക് ഈ ക്യാരക്ടറിന്റെ നമ്മൾ ഇതിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ക്യാരക്ടറിന് ഒരു നല്ലപോലെ നമ്മൾ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റിലുണ്ടായിരുന്നു, മറ്റേ ഡെയിലി ഒരു ബിരിയാണിയും കഴിക്കുന്ന നല്ലപോലെ കള്ളും കുടിക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വയറിന്റെ കാര്യമൊക്കെ അങ്ങനെ ചിന്തിച്ചത്. അത് പ്രോസ്തെറ്റിക് ആണ് ആ വയറ്. പക്ഷെ ഞാൻ അങ്ങനെ ഫുൾ ഫിറ്റ്നസ്സിലൊക്കെ ഇരുന്ന് ചിസിൽഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ പറ്റുന്ന മാമനെ കെട്ടി വെച്ച പോലെ ഇരിക്കുള്ളൂ. അത് ഒട്ടും സെറ്റാവില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഒരാഴ്ച ബ്രേക്ക് എടുത്ത് ദുബായിക്ക് പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്ത് കവളൊക്കെ കൊടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. ഇത് ബാലിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ട് പോയത്. അത് കഴിഞ്ഞ് ബാലില് അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് ശരീരം കുറച്ചൊന്നും വർക്കൗട്ടും ചെയ്തില്ല, ഒന്ന് ലൂസ് ആവണമായിരുന്നു ശരീരം. പിന്നെ അപ്പൊ അങ്ങനെയാണ് ആ ബോഡി ലാംഗ്വേജിലൊക്കെ അതിൻ്റെ നമുക്ക് അത് ഗുണം ചെയ്യും. അപ്പൊ നമുക്കറിയാം ഇയാള് അത്ര കോർ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ആളായിരിക്കും, ചിലപ്പോൾ അത്ര ഫിറ്റ്നസ് ഇല്ലാത്ത ആളായിരിക്കും. അപ്പൊ അയാളുടെ നടത്തത്തിലും അതിന്റെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കും, അയാളുടെ ഇരിപ്പിലും കിടപ്പിലും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ ഭയങ്കര ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടല്ലെങ്കിൽ പോലും നമ്മളവിടെ നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങളുടെ ഇടയ്ക്ക് അബ്ബാസ് എന്ന ക്യാരക്ടർ അയാൾ എങ്ങനെയായിരിക്കും, അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ഡിസ്കഷനിൽ വന്നിരുന്നു. അത് ചിദംബരമായിട്ട് ഞാൻ എപ്പോഴും ഞങ്ങൾ ഇതിനെപ്പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അയാൾക്ക് കുറച്ചും കൂടെ ഒരു പ്രായം ഒന്ന് കുറച്ചും കൂടെ കൂടുന്ന ഇവനിൽ നിന്ന് വളർന്ന് അവിടേക്ക് എത്തുന്നവരെയുള്ള ആ മാറ്റത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വയനാട് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് മംഗലാപുരത്ത് ഷൂട്ട് കഴിഞ്ഞ് ഞാനൊരു അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനൊരു 2 ദിവസം ഒന്നൊരു 48 hours ഫാസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ആ കവളൊക്കെ ഒന്ന് അത് പ്രായമാവുന്നതിൻ്റെ ഭാഗമായിട്ട് കവളൊക്കെ ഒന്ന് ചെറുതാവുമല്ലോ. അപ്പൊ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് അതും എനിക്ക് തോന്നുന്നു നമുക്കങ്ങനെ വിസിബിൾ ആയിട്ട് ഭയങ്കര ഡിഫറൻസ് എണ്ണി പറയാൻ പറ്റൂല എന്നുണ്ടെങ്കിലും അത് സട്ടിലായിട്ട് അതിൻ്റെ ഒരു സബ് ലെയറായിട്ട്
കിടന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ വേറെ അങ്ങനെ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക, ചിന്തിക്കുക. ഞാൻ കുറേ ചിന്തിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. എപ്പോഴാണ് എൻ്റെ ഷൂട്ട്, എപ്പോഴാണ് ഞാൻ വരണ്ടേ എന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പ്രൊഡ്യൂസറോടാണ്. ഹായ് മാം. Oh yeah, hi, sorry. മാം, ഇപ്പം മലയാളത്തിൽ ഒരുപാട് Can I request you to ask in English? I don't ഒന്നുമില്ല, ഇപ്പൊ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ലോ ബഡ്ജറ്റ് ആണ്, ഹൈ ബഡ്ജറ്റ് ആണെങ്കിലും. ഇപ്പൊ താങ്കൾ പുറത്തു നിന്നാണ് വന്നത്. ഇപ്പൊ പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇത് എനിക്ക് മോളിവുഡ് സിനിമ ചെയ്യണം എന്ന് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഈ സിനിമ ചെയ്യാനായിട്ടൊരു തോന്നിയ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? I got sort of I got that. What was your inspiration doing in the movie? So the inspiration, if you ask me, was Manjumal Boys. When we saw it, Chidambaram is someone we know personally. So when he had a script, him and Jeetu together, so it was something we really passionately believed in it and wanted to go ahead with it. Both my husband Satish and myself, and we had the good fortune of having Venkat sir from KVN along with us. So yes, that's how we all came together. ടോയ്ച്ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ള ടോയ്ച്ചേട്ടൻ്റെ അടുത്താണ്. നോർമലി നമ്മൾ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് സ്റ്റബേൺ ആയിരിക്കും, മെൻ്റലി ഒരുപാട് സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു സൈക്കോ ക്യാരക്ടർ അല്ല ലോലന്മാരാണ്, പക്ഷേ ബിരിയാണിയൊക്കെ കാണുമ്പോൾ കഴിക്കാതിരിക്കാനൊക്കെ വലിയൊരു മെന്റൽ സ്ട്രെങ്ത് വേണ്ടേ. അപ്പൊ സൈക്കോകൾ അധികവും ഇതുപോലെ മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരിക്കും. എനിക്ക് പക്ഷെ ബിരിയാണി കണ്ടാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ട് ഞാൻ സൈക്കോ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഒരു സൈക്കോ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിൽ മെന്റൽ സ്ട്രെങ്ത് ഉള്ള സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ല, മെന്റൽ സ്ട്രെങ്ത് ഉള്ളവരാണോ സൈക്കോകളായിട്ട് മാറുന്നത്? അതെ, ലോലന്മാരധികം നമ്മൾ സൈക്കോകളായിട്ട് കാണാറില്ലല്ലോ. പറയാൻ പറ്റില്ല, നമുക്കറിയില്ലല്ലോ. അധികം എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ എനിക്ക് ടോവിച്ചേട്ടനെ എന്ന ഒരു സൈക്കോ ക്യാരക്ടറിൽ കാണാൻ പറ്റുക, ഒരു പെർഫെക്റ്റ് സൈക്കോ. ഓക്കെ, വഴിയുണ്ടാക്കാം. ഞാൻ എന്റെ ശരിക്കുള്ള സൈക്കോത്തിന് പുറത്ത് കാണിക്കാതെ അഭിനയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോട്ടെ, വരും നല്ല ഇപ്പൊ ക്യാരക്ടേഴ്സ് വരണ്ടേ. അതായത് ഇപ്പൊ എൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ പറയുമ്പോൾ ഞാൻ ഇതിൽ സൈക്കോ ആയിട്ട് അഭിനയിക്കട്ടെ, എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെ സൈക്കോ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളൊരു ഒരു ടിപ്പിക്കൽ സൈക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുന്നോണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കണില്ലേ. അത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാല്. ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്കോനെ നമുക്ക് സൈക്കോണൊന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇറങ്ങി വന്നിട്ട് അല്ല സൈക്കോ പിടിച്ചോ, ഈ സൈക്കോ അതിനെല്ലാത്തിനും പിടിച്ചാൽ പോലെ. അപ്പം ചിദംബരം നെക്സ്റ്റ് മൂവി എടുക്കുന്ന ടൈമില് എനിക്കൊരു സൈക്കോ ക്യാരക്ടർ വരും. സൈക്കോ ക്യാരക്ടർ എടുക്കാനല്ല, നമുക്കൊരു ടിപ്പിക്കലി ഇപ്പം എന്നെ പോലുള്ള ആൾക്കാരൊക്കെ സൈക്കോ എന്ന് പറയുമ്പോൾ ഇതുപോലെ ആണ് നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. പണ്ട് നമ്മൾ വില്ലന്മാരെന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. ഈവൻ ഈ ആക്ട്രസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഗ്രേ ഷെയ്ഡ് ഒന്നും കാണിക്കാതെ പെർഫെക്റ്റ് ഒരു കുലസ്ത്രീ കാറ്റഗറിയിൽ ഇപ്പൊ കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്കൊരു ഡിഫറെന്റ് ഷെയ്ഡ് ഓഫ് ഈ പറയുന്ന ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. തീർച്ചയായും എന്താ പറയാ, ഉറപ്പായിട്ടും അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ ചെയ്യണം. പിന്നെ സൈക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം എന്താണ് സൈക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സബ്ജക്റ്റീവ് ആയിരിക്കാം. സോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് എന്താ പറയാ, ഇപ്പം ജീന്റെ ക്യാരക്ടർ ഒരാളെ ഇത്രയും കാലം തടവിൽ വെക്കേണ്ടത് ഒരു നോർമൽ ആയിട്ട് ഒരാൾ ചെയ്യുന്നതല്ലല്ലോ. അപ്പം അങ്ങനെ എന്താ പറയാ, എല്ലാവരുടെയും ഉള്ളിൽ ഓരോ പല ടൈപ്പുള്ളൊരു ബിഹേവിയർ പാറ്റേൺസ് ഉണ്ട്. അത് നമുക്ക് ബ്രോഡായിട്ട് സൈക്കോ എന്ന് വിളിക്കാമെങ്കിൽ വിളിക്കാം. കോസ്റ്റ്യൂം ഡിസൈനർ. ഹായ് മാം. ഇപ്പം ഈ സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള കോസ്റ്റ്യൂംസാണ്. ഇപ്പം കളേഴ്സ് ഭയങ്കര രസമുള്ള ഓരോ ഫ്രെയിംസിന് ഓരോ സീൻസിൽ നമുക്കൊരു നമ്മൾ കോസ്റ്റ്യൂംസിൽ എപ്പോഴും ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഡിസ്റ്റർബൻസ് സ്ക്രീനിൽ ഒരിക്കലും ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യരുത്. കളേഴ്സ് വൈബ്സ് ആയിട്ട്. അപ്പം ഇതിൽ ഓരോ ഫ്രെയിംസും ഭയങ്കര റിച്ച് ആണ്. അതിനൊപ്പം ഒരുപാട് സീനുകൾ കാണുമ്പോൾ നമുക്കത് ആ ക്യാരക്ടറിൽ നിന്ന് ആ കഥാപാത്രമായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ കോസ്റ്റ്യൂംസ് കറക്റ്റാണ്. എത്രത്തോളം ടഫായിരുന്നു ഈ കഥാപാത്രത്തിന് ചെയ്യാനായിട്ട്? ശരിക്കും
കുറേ അലഞ്ഞു നടന്നത് ഫർസാനേൻ്റെ സാരിക്ക് വേണ്ടിയിട്ടാണ്. കുറേ ട്രയൽ ആൻഡ് എറർ നടത്തി പല പല ടൈപ്പ് നോക്കി അവസാനം അങ്ങനെ ഒരു ക്യാരക്ടറോട് ബ്ലെൻഡായിട്ട് ബോഡിയോട് ബ്ലെൻഡായിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കിൽ അതൊരു ഹാൻഡ് മെയ്ഡ് സാരിയാണ്. അതാണ് കുറച്ച് നാളെടുത്ത് എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 1 വീക്കോ 2 വീക്ക് മുന്നെയാണ് ആ സാരി കിട്ടുന്നത്. പിന്നെ ടോവിയുടെ ക്യാരക്ടർ ഇറ്റ്സ് വെരി ലൈക്ക് 2 സമയം കാണിക്കുന്നുണ്ട്. അതിനെനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇതാണ് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റിയിട്ട് ഉണ്ടായിരുന്നത്. ചിദംബരം ഗ്രൂപ്പ് ഇതിൻ്റെ പേര് ഇപ്പം നോക്കുകയാണെങ്കിൽ ബാലൻ, ഇത് മലയാളത്തിലെ ആദ്യത്തെ സിനിമയുടെ പേരും ബാലനായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം നമ്മുടെ ലാലേട്ടൻ്റെ ഒടിയൻ്റെ പേരും ഇപ്പം രാജുവേട്ടൻ്റെ സിനിമയുടെ ഒടിയൻ്റെ പേരും സിമിലാരിറ്റി വന്നു. അപ്പോൾ അതിൻ്റെ റൈറ്റ്സ് അവരിങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തിലിട്ട് ഈ പേരിടുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ? ഫസ്റ്റ് ഓഫ് ഓൾ പേരിന് റോയൽറ്റി ഇല്ല, പക്ഷെ നമ്മൾ എല്ലാം ഇതിൻ്റെ ബാലൻ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ ട്രാക്ക് ചെയ്തു. അവരുടെ ഫാമിലി ഓസ്ട്രേലിയയിലാണ്. ബാലൻ അവരുടെ 15ാമത്തെ 16ാമത്തെ സിനിമ എന്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവർ പ്രൊഡക്ഷൻ ഹൗസ് കൂട്ടി ആ ഫാമിലിയുടെ ലാസ്റ്റ് ആൾക്കാർ നമ്മൾ ട്രേസ് ചെയ്തു. അവരിൽ നിന്ന് NOC വാങ്ങിച്ചു. ചേംബറിൽ നിന്നൊക്കെ അപ്രൂവൽ എടുത്തിട്ട് തന്നെയാണ് ബാലൻ എന്നുള്ള പേരിലേക്ക് എത്തിയത്. പിന്നെ ബാലൻ എന്നുള്ള പേര് ചൂസ് ചെയ്യാൻ കാരണം അതിൻ്റെ റീകോൾ വാല്യൂ തന്നെയാണ്. എല്ലാവർക്കും സുപരിചിതമായ പേരാണ്. പിന്നെ ഒരു ബാലൻ്റെ കഥ എന്ന് പറയുമ്പോൾ ബാലൻ എന്നുള്ള ഏറ്റവും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പേര്. പിന്നെ അതിൻ്റെ റീകോൾ വാല്യൂ ആണ്. പിന്നെ നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ട് ബാലനാണ് ഫസ്റ്റ് ടോക്കി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അറിയുന്ന നമ്മളുടെ ചരിത്രത്തിൻ്റെ ഭാഗവും കൂടെ ആയ ഒരു ടൈറ്റിൽ കൊണ്ടാണ് ബാലനിലേക്ക് എത്തിയത്. ബീന ചേച്ചി കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമല്ലോ. കുറെ സീരിയലിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പഴയൊരു ബീന ചേച്ചിനെ തിരിച്ചു കിട്ടിയെന്ന് എനിക്ക് തോന്നിയ സിനിമ കണ്ടപ്പോൾ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ വന്നത്? അതെ, സത്യം. ഞാൻ കുറെ ഈ പറഞ്ഞ പോലെ കുറെ വർഷം ഈ സീരിയലിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഓരോ വർഷം. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. കാരണം ഒന്ന് ഞാൻ മഞ്ഞുമൽക്കാരിയാണ്, അവിടുത്തെ ഒരു ആക്ട്രസ്സാണ്. ഞാൻ എന്നെ കൺസിഡർ ചെയ്തില്ല. അത് പോട്ടെ, ഈ ചിദംബരവും ഗണപതിയും എൻ്റെ 2 പേരും എൻ്റെ മക്കളായിട്ട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിദംബരം വന്നിട്ട് ആലിപ്പഴത്തിൽ എൻ്റെ മകനായിരുന്നു. എത്രയോ വർഷം എൻ്റെ മോനായിട്ട് അഭിനയിച്ച ആളാണത്. അത് കഴിഞ്ഞ് ഗണപതി ആണെങ്കിൽ കുഞ്ഞാലി മരക്കാറിൻ്റെ കുഞ്ഞനായിരുന്നു. ഭയങ്കര നല്ല പെർഫോമൻസ് ഒക്കെ ഉമ്മയും മോനുമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവർ 2 പേരും എന്നെ കൺസിഡർ ചെയ്തല്ലോ എന്നുള്ള സങ്കടം. ഞാൻ ഒരു ദിവസം വെറുതെ ചിദംബരത്തിനൊരു മെസ്സേജ് ഇൻസ്റ്റയിൽ ഇട്ട് കൊടുത്തു, എന്നാലും അമ്മയായി എന്നെ കൺസിഡർ ചെയ്തല്ലോ. പക്ഷെ അതവൻ മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. പക്ഷേ ഗണപതി ഇവർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഗണപതി പക്ഷെ എപ്പോഴോ ഇവരൊരു യാത്രയിൽ ഗണപതിയുടെ ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ ഷംനത്തയുടെ ക്യാരക്ടറിന്റെ ഡിസ്കഷൻ നടക്കായിരുന്നു തോന്നുന്നു. അപ്പോഴെങ്ങാണ്ടുമാണ് ആരോ ഗണപതി അടുത്ത് പറഞ്ഞു തോന്നുന്നു, ഇങ്ങനെ എൻ്റെ പേര് ഒരു മെസ്സേജ് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ പേര് ചേച്ചി ഇതിൽ വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ എന്നെ വിളിക്കുന്നത്. ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. കാരണം ഞാനിങ്ങനെ ആക്ച്വലി കാത്തിരിക്കുകയായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. സിനിമയിൽ ഒരു റീ എൻട്രി വേണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവനിങ്ങനെ വിളിച്ചിട്ട് കഥാപാത്രമൊന്നും പറഞ്ഞില്ല, ചേച്ചി ഒരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഒയ്യോ ചെയ്യുന്നുണ്ടോ 100%. അപ്പം അങ്ങനെ എനിക്ക് ഭാഗ്യത്തിൽ അങ്ങനെ ഗണപതിയിൽ വഴി കിട്ടിയതാണ് ഈ ക്യാരക്ടർ. വരും, എന്തായാലും വരും. എഴുത്തും പരിപാടിയൊക്കെ കൃത്യമായിട്ടുള്ള കഥയും സന്ദർഭവും വരുമ്പം വരും. ആലോചന ഉണ്ട്, അതൊന്നും എല്ലാം സാധനമൊക്കെ ഉണ്ട്. അതെ, തീർച്ചയായും. നോർമലി ഒരു ക്യാരക്ടർ ആർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇപ്പം നോർമൽ ഒരു മലയാള സിനിമയിൽ ഒരു സിനിമയിൽ ഓരോ കഥാപാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു ആർക്കുണ്ടാവും. അത് എവിടെ നിന്ന് വരുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെയായി, എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു, എങ്ങനെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിലൊക്കെ. അപ്പം ഇതിലെ ഒരു ക്യാരക്ടർ ആർക്ക് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓടുന്നുണ്ടെന്നറിയാം, എന്തിനു വേണ്ടി ഓടുന്നു എന്നുള്ള ഒരു പോയിന്റ് പറയുന്നുണ്ട്. പക്ഷെ ഇത് എവിടെ നിന്ന് വന്നു എന്നോ അല്ലെങ്കിൽ എങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണെന്നോ ഇതാവുന്നില്ല. അതൊരു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് പ്രേക്ഷകന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ? അല്ല, കുറെ ക്വസ്റ്റ്യൻസ് എന്താണ് ഇവരുടെ ശരിക്കുള്ള പേര് ആർക്കെങ്കിലും അറിയോ? അതേപോലെ തന്നെയാണ് അവരുടെ പാസ്റ്റും എല്ലാം വേഗമാണ്. നമ്മളത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. എന്ത് പേര് വേണമെങ്കിൽ അവർക്ക് വിളിക്കാം, എന്ത് പാസ്റ്റ് വേണമെങ്കിൽ അവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്? പലതും പല പാസ്റ്റ് എന്നുള്ള പല പ്രേതങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്നെല്ലാം ഓടുന്നത്. പിന്നെ ഷംനാത്തെ ഉണ്ടല്ലോ പറയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്.
കാരണം നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കംപ്ലൈന്റുകളാണ്. ഇപ്പൊ മിനി സ്ക്രീനിൽ വർക്ക് ചെയ്യുന്നവര് ബിഗ് സ്ക്രീനിലേക്ക് വരും പലപ്പോഴും ചാൻസ്. ആരും ചാൻസ് കൊടുക്കാറില്ല മോനെ, ആദ്യമായിട്ടാണ് കിട്ടിയത്. പൊതുവെ പറയുന്ന സീരിയലിൽ അഭിനയിച്ച പിന്നെ അവരെ കൊള്ളിൽ അഭിനയിക്കാൻ, ഭയങ്കര ഓവർ ആക്ടിങ് ആണ്, പിന്നെ എന്താണ് അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും തഴയപ്പെടുന്നതാണ്. ഗണപതി എന്തോ അങ്ങനെ ഒരു ഇതെടുത്ത് റിസ്ക് എടുത്തു. അങ്ങനെ ഏതൊരു അഭിനേതാവിനോട് ചോദിച്ചാലും പറയുന്ന ഒരു ഉത്തരമായിരിക്കും, എനിക്കൊരു ഇന്ന കഥാപാത്രം ചെയ്യണം, ഇന്ന പോലെ ഒരു വലിയ സ്ക്രീനിൽ എന്നെ ഇതേപോലെ പ്രേക്ഷകർ തിരിച്ചറിയണം എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി ഈ സീരിയൽ മിനി സ്ക്രീനിലുള്ള പല ഇന്റർവ്യൂസിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിന് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല. എപ്പോഴേലും ചേച്ചി ഇത്രയും വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, എപ്പോഴേലും അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടോ? അല്ല, 35 ഇയേഴ്സായി ഞാൻ ഈ പറഞ്ഞ പോലെ. പണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു 25ഓളം 30ഓളം ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. യോദ്ധ പോലെയുള്ളൊക്കെ നല്ല നല്ല ഒരുപാട് ഹിറ്റ് പടങ്ങളുടെയൊക്കെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്നിലുള്ളൊരു എന്താ ഒരു അഭിനേത്രിക്ക് ഒരു അന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര നല്ല അഭിനയമൊന്നും ഇന്നും അറിയില്ല. അല്ല, അന്ന് അത്രയും കൂടി അറിയില്ലാത്ത ഒരു ചെറുപ്രായമാണല്ലോ. ഇപ്പോഴൊക്കെ ഇത്രയും നാൾ സീരിയലിലും ഒക്കെ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ഒരു കഥാപാത്രം ഇവരൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും ചെയ്യാനൊക്കെ ഇപ്പോൾ ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അന്നൊക്കെ ഒന്നും അത്ര അറിയില്ലല്ലോ, പേടിച്ചൊക്കെ നമ്മളിങ്ങനെ നിൽക്കുന്ന ഒരു പ്രായം. അപ്പോൾ എനിക്ക് ശരിക്കും പണ്ടത്തെയൊക്കെ ഇപ്പോൾ എത്ര സീരിയലിൽ എനിക്ക് എത്ര അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം, എനിക്ക് 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നാളത്തെ ഒരു തലമുറ നോക്കുമ്പോൾ ബീനാന്റണി എന്ന് പറഞ്ഞ അവിടെ രേഖപ്പെടുത്താൻ ഒന്നും ഉണ്ടാവില്ല, ഒരു കഥാപാത്രം പോലും. അപ്പം അങ്ങനെ കുറച്ച് കഥ എന്നെ എത്ര തലമുറ കഴിഞ്ഞാലും എന്നിലുള്ള ഒരു അഭിനേത്രിയുടെ എന്തെങ്കിലും കുറച്ചെങ്കിലൊക്കെ ഒരു ഇതിൽ രേഖപ്പെടുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് ദൈവം സഹായിച്ചു എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. താങ്ക്സ് എല്ലാ ടീമിനും. താങ്ക് യു. ഗണപതി, ഇപ്പോൾ അഭിനയത്തിൽ നല്ലൊരു നടനായി വന്നു, ഇപ്പോൾ ടെക്നിക്കലി നല്ലൊരു ക്രൂ മെമ്പറായി വരുന്നു, ഇനി ഇപ്പോഴാണ് സ്വന്തം ഡയറക്ഷനിലുള്ള മുകളിലേക്ക് പോകുന്നത്. കുറച്ചു കാലം അഭിനയിക്കാനുള്ള ഒരു കൊതിയുണ്ട്, അപ്പോൾ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ഇപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഓട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് അഭിനയത്തിൽ വളരെ കൊതിയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ, അതിലൊന്ന് സ്റ്റേബിളായിട്ട് ഞാൻ ഡയറക്ഷനിലേക്ക് ചിന്തിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും അതൊരു ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അല്ല, അത് സിനിമേനെ ഒരു വ്യവസായമായിട്ട് അംഗീകരിക്കും. ഇപ്പോഴത്തെ ബജറ്റിൽ അങ്ങനെ ഒരു ഫിലിം സിറ്റി ശ്രീ JC ഡാനിയലിൻ്റെ പേരിൽ ഒരു ഫിലിം സിറ്റി തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഈ സിനിമയിൽ ഉള്ള നമ്മളെല്ലാവരും സിനിമ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ഫ്രണ്ടിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നവർ മാത്രമല്ല, എൻ്റെ പിറകിലുള്ള ഒരുപാട് പേരുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്തയാണ്, അതൊരു പരിഗണനയാണ്. ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരു മാധ്യമത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യവസായമായിട്ട് അംഗീകരിച്ച് അതിന് കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തീരുമാനം വരുന്നത്, അത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്, അഭിനന്ദനാർഹമാണ്. അത് വലിയ മാറ്റങ്ങൾ സിനിമയിൽ, മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുറച്ചൊക്കെ ഇതുപോലെ ഇതിപ്പോ അത് നേരത്തെ പറഞ്ഞു വെക്കുന്നതിനേക്കാളും നല്ലത് വരുമ്പോ കണ്ട് നിങ്ങൾക്ക് അതല്ലേ നല്ലത്, അത് രസം. നമ്മുടെ ബാലനൊന്നും പറഞ്ഞില്ല. ഹലോ ഹലോ അതി ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടൊവിയങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെറ്റിലൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? കഥയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു? എങ്ങനെ ചെയ്ത് കഥ സിനിമയൊക്കെ ഇഷ്ടമാണ്? സിനിമ ഇഷ്ടമാണോ? സിനിമ ഇഷ്ടമാണ്. നീ അഭിനയിക്കാറുണ്ട്, ഞങ്ങളോട് ഉണ്ടാകത്തില്ലേ? ഒരുപാട് പടങ്ങൾ ചെയ്യാൻ ഞങ്ങളോട് ഉണ്ടാകത്തില്ലേ? പിന്നെ എന്താ, നമുക്ക് കാണാൻ. അപ്പം എന്തായാലും ബാലൻ തിയേറ്ററിൽ ഇറങ്ങി സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓട്ടെ, വലിയൊരു വിജയമായി, മലയാളത്തിന്റെ ഒരു വിജയമായി മാത്രം ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ചോദിച്ചേ, ശ്രീചേട്ടനോട് ചോദിച്ചേ. ശ്രീചേട്ടനോട് ചോദിക്കുന്ന ഇനി അടുത്തേരം നായകനാക്കുന്നു ചോദിക്കും. അല്ലെങ്കിൽ ടൊവിയങ്ങളെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ വന്നത് തന്നെ. കണ്ടപ്പോ തന്നെ കിളി പോയിരിക്കുവാണ്.